ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ കാറിന് നമ്മളൊരു പേരിടൽ ചടങ്ങാണ്. നമ്മളതിന് പേര് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പേര് നമ്മളിന്ന് ഇതിൻ്റെ നെറ്റിയിൽ ഒട്ടിക്കേണ്ട ഒരു വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ സ്റ്റിക്കറൊക്കെ വെട്ടി കൊണ്ടുവന്ന് 2-3 സ്റ്റിക്കറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആദ്യം എടുത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് ഒട്ടിക്കാൻ ഉള്ള പരിപാടി നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബാക്കിൽ പേര് ഒട്ടിക്കുന്നത് നമ്മൾ ഇവിടെ ആയിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഏകദേശം സെൻറ്ററാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടിക്കാൻ നമുക്ക് എവിടെയും നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തണം. നടുക്ക് മാത്രം. ഇങ്ങനെ ശരിക്കും ചെയ്യോ? നിൽക്ക് അത് മതി. കറക്റ്റാന്ന് വിചാരിക്കും. ഇച്ചിരി ചരിവുണ്ടെന്നോ അല്ലേ? അപ്പം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? നമ്മൾ ബാക്കിൽ നമ്മൾ പേരൊട്ടിച്ചിട്ടുണ്ട്. ഇല്ലല്ലേ? അപ്പം നമ്മുടെ പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിതെല്ലാം റെഡിമെയ്ഡായിട്ട് നമ്മുടെ കടയിൽ സ്റ്റിക്കർ വെട്ടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒട്ടിക്കാനാണ്. നമുക്ക് പൊളിച്ച് നോക്കാം. പതിയെ പൊളിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ച്. കുഴപ്പമില്ലല്ലോ? അടിപൊളിയല്ലേ? ഒരു ഇത്തിരി ഇതോടെ കൂടുതലുണ്ടായി വരാം. ഇവിടേക്ക് കൂടുതലുണ്ടോ അല്ലേ? ഇത് കട്ട് ചെയ്തല്ലേ? അപ്പോൾ നമ്മൾ മാരുതി 800 എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫിക്കുള്ള ടൈപ്പാണ്. അത് നമ്മളിവിടെ ഒട്ടിക്കുകയാണ്. ഇത് ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ ഒട്ടിക്കാനാണ് നമ്മൾ മേടിച്ചിരുന്നത്. അത് ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിക്കറാണ് അത്.
ഒട്ടിച്ച് സെൻറ്റർ നോക്കണേ കറക്റ്റ് ആണെന്ന് ഞാൻ വയ്ക്കുമ്പോൾ. നമ്മൾ പേര് നമ്മളിനകത്ത് പറിച്ചെടുക്കുകയാണ്. പശ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, പോകുന്നില്ല. ഓക്കെ, അത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് സെൻറ്റർ വരത്തക്ക രീതിയിൽ നമുക്ക് ഒട്ടിക്കാം. നമ്മൾ തന്നെ സെൻറ്ററായിട്ട് നല്ല ഒട്ടിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഒരുപാട് മേളിലോട്ട് കയറിപ്പോയാലും ഒരുപാട് താഴത്തേക്ക് വരാതെയും ഏകദേശം ഒരു സ്റ്റിക്കർ വരച്ചത്. പറിച്ച സ്റ്റിക്കറിൻ്റെ പശ അതിനകത്തുള്ളതുകൊണ്ടേ നമ്മൾ തൂക്കുമ്പോൾ നമ്മുടെ ഇത് ഒട്ടി പിടിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഈ തുണി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റിക്കർ, നമ്മുടെ ഫ്രണ്ടിലെ പേര് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൃത്തിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, എനിക്ക് പുറത്തിറങ്ങി നോക്കിയാൽ എനിക്ക് വൃത്തിയായിട്ടുണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേരെങ്ങനെയുണ്ട്? അടിപൊളി പേരാണോ? സെറ്റപ്പായ കൂട്ടുകാർക്കൊക്കെ പേര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമ്മുടെ വണ്ടിയുടെ പേര് നമ്മൾ ഫ്രണ്ടിലെ പേരൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തിറങ്ങി നമ്മുടെ പേര് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലും നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിൽ സൈഡിലായിട്ട് ഒരു വാട്ടർ ഗ്ലാസ്സിൽ നമ്മളൊരു 800 എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കർ അത്യാവശ്യം സ്റ്റിക്കർ ബാക്കി തീരുന്നതാണ്. അപ്പോൾ നമ്മളിനി അത് ഒട്ടിക്കാനുള്ള പരിപാടിയാണ് നോക്കണേ. അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റായിട്ടത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കുകയാണ്. സ്റ്റിക്കർ പയ്യെ പൊളിച്ചോട്ടെ. കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി പേരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്രകളിൽ നമ്മുടെ കൂടെ നമ്മുടെ സഹചാരിയായി എപ്പോഴും നമ്മുടെ ഈ വണ്ടി നമ്മുടെ ഒപ്പം ഉണ്ടാവും. പുതിയ പേരൊക്കെ കൊടുത്ത് നമ്മളിതിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ വണ്ടിയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുമെന്നല്ല നമ്മൾ പറയണേ, എന്നാലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ വീഡിയോയിൽ നമ്മുടെ യാത്രകളിലും നമ്മോടൊപ്പം നമ്മുടെ സ്വന്തം സഹചാരിയായി പുള്ളിക്കാരൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് വരുന്ന ഓരോരോ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതിൽ കാണുന്ന ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സഹകരിക്കണം എന്ന് നമ്മൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇനി ഇതുപോലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നവരായിരിക്കും. ബൈ.